പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് 5ാം ക്ലാസ് പൊതുപരീക്ഷ ഫിഖ്ഹിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്നതിനെക്കുറിച്ചാണ്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറ്റു വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുകയാണ്. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് 2 വർഷം മുന്നേ പൊതുപരീക്ഷയ്ക്ക് ഫിഖ്ഹിൽ ഏത് രൂപത്തിലാണ് ചോദ്യം ചോദിച്ചത്, അതിൻ്റെ ആൻസർ എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ ജറാദ്, തോഹിർ, കറാഹത്ത്, നഫ്ല്, ഖലാ, സുന്നത്ത് എന്നിങ്ങനെ. ഒന്നാമത്തെ ചോദ്യം മുസ്തഹബിൻ്റെ മറ്റൊരു പേര് എന്താണ്? നഫ്ല് എന്നതാണ് ശരി. രണ്ടാമത്തത് ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടതാണ് ഖലാ ആയതിനെ. മൂന്നാമത്തത് ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം തോഹിറാണ്. 4 നജസ് അല്ലാത്ത ശവത്തിൽപ്പെട്ടതാണ് ജറാദ്. 5 വുളൂഇൽ 3 പ്രാവശ്യത്തിൽ കൂടുതലാക്കുന്നതിൻ്റെ വിധി കറാഹത്താണ്. വളരെ എളുപ്പമുള്ളതാണ്, എല്ലാവരും പഠിച്ചു വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശരി അടയാളപ്പെടുത്താം. ഒന്നാമത്തത് ഹൈലിൻ്റെ ചുരുങ്ങിയ സമയം. ബ്രാക്കറ്റിൽ 3 കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി, അതിൻ്റെ മേലെ നമ്മൾ ടിക്കറ്റ് കൊടുത്താൽ മതി. 1 സെക്കൻഡ്, 1 ദിവസം, 7 ദിവസം. ഹൈലിൻ്റെ ചുരുങ്ങിയ സമയം ഏതാണ്? 1 ദിവസമാണ്. 2 തയമ്മുമിൻ്റെ ഫറലാകുന്നു. മുഖം തടവൽ, തല തടവൽ, കാല് തടവൽ. മുഖം തടവലാണ്. 3 ബാങ്കിൻ്റെ ശേഷം സ്വലാത്തു ചൊല്ലൽ. ഫറല്, ഷർത്ത്, സുന്നത്ത്. സുന്നത്താണ് ശരി. 4 ഫാത്തിഹയിൽ പെട്ടതാണ് അഊദു ബിസ്മി വജ്ജഹ്തു. ബിസ്മിയാണ് ഫാത്തിഹയിൽ പെട്ടത്. 5 സുബഹിൽ സുന്നത്താണ് അത്തഹിയാത്ത്, ആയത്തുൽ കുർസി, കുനൂത്ത്. കുനൂത്താണ് ശരി. അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തത് യോജിച്ച സ്ഥാനത്ത് എഴുതാം. ബ്രാക്കറ്റിൽ നിങ്ങൾ നോക്കൂ. ഒന്നാമത്തതിൽ നീയത്തുണ്ട്, തല തടവലുണ്ട്, കിബിലക്ക് മുന്നിടലുണ്ട്, മിസ്വാക്ക് ചെയ്യലുണ്ട്, വെള്ളം തഹൂറായിരിക്കലുണ്ട്, അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ. 3 കള്ളികളിലായിട്ട് അതിന് ഹെഡിങ് കൊടുത്തത് നോക്കൂ നിങ്ങൾ. വുളൂഇൻ്റെ ഷർത്തുകൾ. അപ്പോൾ ഇതിൽ വുളൂഇൻ്റെ ഷർത്തുകൾ ഏതാണെന്ന് ഈ ഭാഗത്ത് എഴുതണം. വുളൂഇൻ്റെ ഫറലുകൾ ഏതാണെങ്കിൽ അതിൻ്റെ ചോട് എഴുതണം. വുളൂഇൻ്റെ സുന്നത്തുകൾ ഏതാണെങ്കിൽ അതിൻ്റെ ചോട് എഴുതണം. ഓരോന്നിനും 2 കള്ളികളുണ്ട്. അപ്പോൾ 6 എണ്ണം, 2 എണ്ണം വീതം നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. വുളൂഇൻ്റെ ഷർത്ത് ഏതാണ്? ഇതിൽ വെള്ളം തൊഹൂറായിരിക്കൽ, അവയവങ്ങളിൽ വെള്ളമൊലിപ്പിക്കൽ. വുളൂഇൻ്റെ ഫറല് തല തടവൽ, നീയത്ത്. വുളൂഇൻ്റെ സുന്നത്ത് ഖിബിലക്ക് മുന്നിടൽ, മിസ്വാക്ക് ചെയ്യൽ. രണ്ടാമത്തെ ചോദ്യത്തിലായിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തത് മുസ്ലിം ആവുക, അള്ളാഹുവിനെ സ്തുതിക്കുക, ളുഹറിൻ്റെ സമയത്തായിരിക്കുക, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, 40 ആളെ കൊണ്ടായിരിക്കുക, സ്വതന്ത്രനാവുക. അപ്പോൾ ഈ 6 എണ്ണത്തിന് നമ്മൾ വേർതിരിക്കേണ്ടത് എങ്ങനെയാണ്? ഖുതുബയുടെ ഫറല്, ജുമുഅ സ്വഹിയാവാനുള്ള ഷർത്ത്, ഹജ്ജ് വാജിബാവാനുള്ള ഷർത്ത് ഈ ഹെഡിങ്ങിൻ്റെ താഴെയാണ്. അള്ളാഹുവിനെ സ്തുതിക്കുക, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക ഖുതുബയുടെ ഫറലാണ്. 40 ആളെ കൊണ്ടായിരിക്കുക, ളുഹറിൻ്റെ സമയത്തായിരിക്കുക, ജുമുഅ സ്വഹിയാവാനുള്ള ഷർത്താണ്. മുസ്ലിം ആവുക, സ്വതന്ത്രനാവുക, ഹജ്ജ് വാജിബാവാനുള്ള ഷർത്താണ്. വളരെ എളുപ്പമാണ്. ഇത് നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക. വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ഇനി 4ാമത്തെ ചോദ്യം നോക്കാം. വ്യക്തമാക്കാനാണ്. 1 ജുമുഅയുടെ അല്ലാത്ത ഖുതുബയുടെ ഷർത്ത്. എന്താണ് അതിൻ്റെ ആൻസർ? ഖതീബ് പുരുഷനാവുക, അറബിയിലായിരിക്കുക. അപ്പോൾ നമ്മൾ ഓതുന്ന ഭാഷ അറബി ആയിരിക്കണം, ഓതുന്നവൻ ആണായിരിക്കണം. രണ്ടാമത്തത് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഉത്തമമായ സമയം, ഏറ്റവും നല്ല സമയം ഏതാണ്? പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുന്നെയാണ്. മൂന്നാമത്തത് നോമ്പിൻ്റെ ഫറലുകൾ. 1 നിയത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ വർജിക്കുക. 5ാമത്തെ ചോദ്യം ക്രമത്തിൽ എഴുതാനാണ്. തെറ്റിച്ച് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 1 മത്ഹറത്തുൻ ലി റബ്ബി ലിൽ ഫമി അസിവാക്കു മറുലാത്തുൻ. വളരെ സിമ്പിളാണ്. അസിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി മറുലാത്തുൽ ലി റബ്ബി. രണ്ടാമത്തത് അസ്വലാത്തു അഹദുക്കും ഇദാ ഹലറത്തിൽ ഫൽയുഅദ്ദിൻ ലക്കും. ഇദാ ഹലറത്തി സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും എന്നതാണ് അതിൻ്റെ ശരിയായ രൂപം. 6ാമത്തത് ഒറ്റ വാക്കിൽ എഴുതാം. 1 ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒരു തവണ മാത്രം വാജിബുള്ള അമലാണ് ഉംറ. ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് ഫറല് നോമ്പിന് ഫജ്റിന് മുമ്പായി നിയ്യത്ത് ചെയ്യൽ വാജിബാണ്. സുന്നത്ത് നോമ്പിന് നമുക്ക് ഉച്ചയ്ക്ക് മുന്നേ വെച്ചാൽ മതി. പക്ഷേ
ഫർള് നോമ്പിന് നമുക്ക് രാത്രി തന്നെ വെക്കണം, ഫജ്റിന് മുമ്പായി വെക്കണം. മൂന്നാമത്തത് കാരണം കൂടാതെ സക്കാത്തുൽ ബദൻ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിപ്പിക്കൽ അഥവാ ഫിത്ർ സക്കാത്ത്, നമ്മൾ പെരുന്നാളിന് കൊടുക്കുന്ന ഫിത്ർ സക്കാത്ത് പിന്തിപ്പിക്കൽ എന്താണ്, ഹറാമാണ് പെരുന്നാൾ ദിവസത്തെ തൊട്ട്. നാലാമത്തത് റമദാനിലെ ഒരു പ്രത്യേക നിസ്കാരം തറാവീഹ് എളുപ്പമാണ്. ഏഴാമത്തെ ചോദ്യം നോക്കാം, പൂർത്തിയാക്കാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിൽ ഡാഷ് വിത്ർ കൂടാതെ ഡാഷ് 20 റക്അത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. അങ്ങനെ അത് ഫിൽ ചെയ്യുക. രണ്ടാമത്തത് റബ്ബനാ ലക്കൽ ഹംദു ഡാഷ് മിൽ അസ് സമാവാതി ഡാഷ് വമിൽ അൽ അർളി വമിൽ അ മാ ശിഅത മിൻ ഡാഷ് ഷൈഇൻ ബഅദ്. ഇങ്ങനെയാണ് അതിൻ്റെ ശരിയായ രൂപം. മൂന്നാമത്തത് 5 ഒട്ടകത്തിന് ഒരു ആടും 30 പശുവിന് 1 വയസ്സുള്ള ഒരു കുട്ടിയും 40 ആടിന് ഒരാടും സക്കാത്തായി നൽകണം. അങ്ങനെ അതും ഫില്ല് ചെയ്യാം. എട്ടാമത്തത് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ, നിസ്കാരത്തിലെ കൗലിയായ ഫർളുകൾ ഏതെല്ലാം? വാക്കുകൊണ്ട് നമ്മൾ ഉച്ചരിക്കേണ്ടത് തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ ഓതണം, തശഹുദ് നാവ് കൊണ്ട് പറയുന്നതാണ്, സ്വലാത്ത് നബിയുടെ മേലുള്ള സലാത്ത്, സലാം വീട്ടുന്നത്. 2 ജംഉ തഖ്ദീം എന്നാൽ എന്താണ്? അസർ ളുഹറിൻ്റെയും ഇശാ മഗ്രിബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ചു നിസ്കരിക്കലാണ് ജംഉ തഖ്ദീം. മൂന്നാമത്തത് ഹജ്ജിൻ്റെ മീക്കാത്തുകൾ ഏതെല്ലാം? യലംലം, ദുൽഹുലൈഫ, ജുഹ്ഫ, കർണുൻ മനാസിൽ, ദാത്തു ഇർക്ക്. ഇവകളാണ് അതിൻ്റെ ആൻസർ. ഇനി നമ്മൾ മറ്റൊരു വർഷത്തെ ഫിഖിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൂടെ ആൻസർ നോക്കുകയാണ്. ചേർത്ത് എഴുതുക. മുഅല്ലദ് കൊണ്ട് മലിനമായത് ഖളാ, ഖറാഅത്ത്, മുസ്തഅമൽ, മുൻകൈ. 1 ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ഏതാണ്? കറാഹത്താണ്. 2 ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കണം ഖളാ, ഇത് മറ്റതിലും ചോദിച്ചിട്ടുണ്ട്. 3 ഫർളിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയുന്ന പേരെന്താണ്? മുസ്തഅമൽ. 4 7 തവണ കഴുകേണ്ട നജസാണ് മുഅല്ലദ് കൊണ്ട് മലിനമായത്, കഠോരമായ നജസ്. 5 വുളൂഇൽ ഒരുമിച്ചു കഴുകേണ്ട അവയവം മുൻകൈയാണ്. രണ്ടാമത്തെ ചോദ്യം ശരി അടയാളപ്പെടുത്താം. 1 ചെവി രണ്ടും ഒരുമിച്ച് തടവൽ കറാഹത്ത്, സുന്നത്ത്, ഫറല് സുന്നത്താണ്. 2 പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ സുന്നത്ത്, ജായിസ്, കറാഹത്താണ്. 3 പ്രസവശേഷം പുറപ്പെടുന്ന രക്തം നിഫാസ് രക്തം, ഹൈൽ, ഇസ്തിഹാദത്ത് നിഫാസ് രക്തമാണ്. 4 തേമം സ്വഹിയാകാനുള്ള ഷർത്തുകൾ 2, 4, 3 4 5 സ്ത്രീകൾക്ക് സുന്നത്തില്ല, ബാങ്ക്, ജമാഅത്ത്, ഇഖാമത്ത്, ബാങ്ക്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം, പൂർത്തിയാക്കാം. 1 അഖാമഹല്ലാഹു ഡാഷ് വ അദാമഹ വ ജഅലനി മിനസ് സ്വാലിഹി അഹ്ലിഹ. 2 ഉസല്ലി സുന്നത്ത സുബഹി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. ഇന്ന സ്വലാത്തി ഡാഷ് വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. 4 റബ്ബിഗ്ഫിർലി വർഹംനി ഡാഷ് വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 4 നോക്കൂ, ഒറ്റ വാക്കിൽ എഴുതാം. 1 ഖിയാമു റമദാനിൻ്റെ മറ്റൊരു പേര് തറാവീഹ്. അപ്പോൾ റമദാനിലുള്ള പ്രത്യേക നിസ്കാരമാണ് തറാവീഹ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു പേരാണ് ഖിയാമു റമദാൻ എന്നുള്ളത്. അപ്പോൾ തറാവീഹ് എന്നാണ് അതിൻ്റെ ഉത്തരം. 2 പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ശേഷം നിർവഹിക്കേണ്ടത് ഖുതുബ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഖുതുബ. 3 ജംഉം കസറും അനുവദനീയമല്ലാത്ത നിസ്കാരം സുബഹിയിൽ എന്തില്ല? ജംഉം കസറും ഇല്ല. 4 ജമാഅത്ത് ഷർത്തുള്ള ഫർള് നിസ്കാരം ജുമുഅ ജമാഅത്തായിട്ടേ നിസ്കരിക്കാവൂ. 5 സക്കാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേര് സക്കാത്തുൽ ഫിത്ർ സക്കാത്തിനാണ് സക്കാത്തുൽ ബദനി എന്ന് പറയുന്നത്. 5 നോക്കുമ്പോൾ വ്യക്തമാക്കാം. 1 സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ. സക്കാത്ത് കൊടുക്കുന്ന സമയത്തോ അവ നീക്കി വെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും സക്കാത്തിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ്. അതാണ് അതിൻ്റെ ഉത്തരം. 2 നോമ്പ് ഹറാമായ ദിവസങ്ങൾ. നോമ്പ് നോക്കാൻ പറ്റാത്ത ദിവസങ്ങൾ ഏതാ? 2 പെരുന്നാൾക്ക് പറ്റൂല.
അതുപോലെ തന്നെ അയ്യാമു തശ്രീഖിൻ്റെ അഥവാ ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾ, അതുപോലെ തന്നെ ഷെക്കിൻ്റെ ദിവസവും സംശയത്തിൻ്റെ ദിവസവും, ഈ ദിവസങ്ങളിൽ നോമ്പ് നോക്കൽ നിഷിദ്ധമാണ്. മൂന്നാമത് ഹജ്ജിൻ്റെ മീക്കാത്തുകൾ ഏതൊക്കെ? യലംലം, ദുൽഹുലൈഫ, ജുഹ്ഫ, കർണു മനാസിൽ, ദാത്തുർക്ക്. ഇത് കഴിഞ്ഞ പേപ്പറിലും ചോദിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആയി കാണുക. ആറാമത്തത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്, വേർതിരിച്ച് കള്ളികളിൽ എഴുതാം. ബ്രാക്കറ്റ് നോക്കൂ. ഫാത്തിഹ, ജുലൂസ്, വജ്ഹത്തു, റുക്കൂഴ്, അത്തഷഹൂദുൽ അഖീർ, കുനൂത്ത്. ഇതിനെ 3 കള്ളിയിലാക്കണം. ഏതൊക്കെയാ അറിയോ? കൗലിയായ ഫറള്, ഫേലിയായ ഫറള്, സുന്നത്ത്. വാക്ക് കൊണ്ട് പറയുന്ന ഫറള്, പ്രവൃത്തി കൊണ്ടുള്ളത് സുന്നത്തായ കാര്യങ്ങൾ. തശഹൂദുൽ അഖീറ അതൊരു വാക്ക് കൊണ്ട് പറയുന്ന അത്തഹിയാത്തുൽ മുബാറകാത്ത്, അത്. ഫാത്തിഹ നാവ് കൊണ്ട് നമ്മൾ പറയണം. ഫീലിയായ ഫറള് ചെയ്ത് കാണിക്കുന്നതാണ് റുക്കുവും ജുലൂസ്, ഇരുത്തും ഒക്കെ. സുന്നത്തായ കാര്യങ്ങൾ ഇതിലേതാണ്? കുനൂത്തോ അതിൽ സുന്നത്താണ്, അതുപോലെ തന്നെ വജ്ഹത്തും. രണ്ടാമത് നോക്കൂ, വിദാഇൻ്റെ തവാഫ് എന്നുണ്ട്, മുടി നീക്കൽ, അറഫയിൽ ഹാജറാവൽ, ജംറകളിൽ കല്ലെറിയൽ. ഇതിനെ ഹജ്ജിൻ്റെ വാജിബാത്തുകൾ എന്നും ഹജ്ജിൻ്റെ ഫറലുകൾ എന്നും എന്നിങ്ങനെ വേർതിരിക്കണം. ജംറകളിൽ കല്ലെറിയ ഹജ്ജിൻ്റെ വാജിബിൽപ്പെട്ടതാണ്. വിദാഇൻ്റെ തവാഫ് അതും അങ്ങനെ തന്നെ. ഇനി ഹജ്ജിൻ്റെ ഫറലുകളാവുമ്പോഴോ മുടി നീക്കലും അറഫയിൽ ഹാജറാവലും. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യം കൂടെ നോക്കാം. ഉത്തരം എഴുതാനുള്ളതാണ്. 1. നോമ്പ് വാജിബാകും എപ്പോൾ? ഷാബാൻ 30 പൂർത്തിയാവുകയോ റമദാൻ മാസപ്പിറവി കണ്ടതായി സ്ഥിരീകരിക്കുകയോ ചെയ്താലാണ്. 2. ധാന്യങ്ങളിൽ എന്തിലെല്ലാം സക്കാത്ത് കൊടുക്കണം? സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിന്. 3. ജുമുഅ ആർക്കെല്ലാം വാജിബാകും? മുക്കല്ലഫും സ്വതന്ത്രനും ജുമുഅയുടെ മഹലിൽ താമസിക്കുന്നവനും ഉദുർ ഇല്ലാത്തവനും അഥവാ കാരണം ഇല്ലാത്തവരുമായ എല്ലാ പുരുഷന്മാർക്കും. 4. ജംഉ 2 വിധം. ഏതെല്ലാം? ജംഉ തഖ്ദീം, ജംഉ തഅഖീർ. യാത്രയിൽ നമ്മൾ നിസ്കരിക്കുന്ന അതിൻ്റെ കണക്കാണ് അത് ചോദിച്ചത്. 5. 2.5% സക്കാത്ത് നിർബന്ധമാണ്. എന്തിലെല്ലാം? സ്വർണം, വെള്ളി അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നാണയങ്ങളിൽ. ഈ 2 വീഡിയോയിലൂടെ ഏത് രൂപത്തിലാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരിക എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ലഭിച്ചു. എന്നിരുന്നാലും ഇതിനെ മാത്രം ആശ്രയിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് പോകരുത്. പ്രധാനമായും ഓരോ പുസ്തകത്തിൻ്റെയും അവസാനത്തെ 4 പാഠങ്ങൾ നന്നായി പഠിക്കുക. മുഴുവൻ മാർക്കും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പുസ്തകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് നന്നായി പഠിക്കുക. എന്നിരുന്നാലും എല്ലാവർക്കും അല്ലാഹു തആല ഖൈറായ ഉന്നത വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആർക്കുന്നു. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു.